ഇഹ്റാമിലായിരിക്കാൻ മരിക്കുകയാണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇഹ്റാമിലല്ലാതെ മരിക്കുമ്പോൾ എന്താണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്വാൻ. മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഫൻ ചെയ്യുന്ന സമയത്തൊക്കെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നൊരു ചോദ്യമായിരുന്നു, ഒരു സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു മരിച്ചത് ഒരു പെണ്ണാണെങ്കിൽ അവരുടെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് വിഷയം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ഹദീസുകൾ. ഒരു സ്ത്രീയുടെ മയ്യത്ത് സുഗന്ധം പുരട്ടുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. അതിന് തെളിവായിട്ടുള്ളത് 2 ഹദീസുകളാണ്. ഒന്ന് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ മരിച്ചു, അവർ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, യഗ്സിൽനഹാ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക്, 3 തവണയോ 5 തവണയൊക്കെ നിങ്ങൾ കുളിപ്പിക്കുക. ഇനി 5 തവണ കുളിപ്പിച്ചിട്ടും ശരിയായിട്ടില്ല, ശരിക്ക് ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിലധികവും നിങ്ങൾ കുളിപ്പിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നത് ഒരു നിശ്ചിത പരിധിയില്ല. മയ്യത്ത് ശുദ്ധിയാകുന്നവരെ എന്ത് ചെയ്യാം, കുളിപ്പിക്കാം. അത് ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. എന്നിട്ട് ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബി വനിതകളോട് പറഞ്ഞൊരു കാര്യം, വജഅൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂർ, അതിൽ അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കർപ്പൂരം കലർത്തുക. കർപ്പൂരം കലർത്തിയിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളമാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പം ഈ കർപ്പൂരം എന്നുള്ളത് എന്താണ്, സുഗന്ധാണ് അല്ലേ? കർപ്പൂരം എന്നുള്ളത് സുഗന്ധാണ്. അതിന് കുറേ കാര്യങ്ങൾ ഷെയ്ഖ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കർപ്പൂരം കൊണ്ട് അവസാനത്തെ കുളിപ്പിക്കൽ നടത്താൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. ഒന്ന്, അത് സുഗന്ധാണ്. മയ്യത്തിനെ കാണാൻ വരുന്നവർക്കും മയ്യത്തിന് അരികിൽ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ മലക്കുകൾക്കൊക്കെ ഉള്ളൊരു സുഗന്ധം എന്ന നിലക്കാണ്. 2, അത് പ്രാണികളെ തടയും. മയ്യത്തിൻ്റെ ശരീരത്തിൽ വന്നിട്ട് പ്രാണികളൊക്കെ ഇരിക്കുന്നത് എന്ത് ചെയ്യും, ഈ കർപ്പൂരം ഒഴിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കുമ്പോൾ ഉണ്ടാകൂല എന്നുള്ളതാണ്. പിന്നെ മയ്യത്തിനൊരു തണുപ്പാണ്, കർപ്പൂരം എന്നുള്ളത് തണുപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, അത് അവസാനത്തേതാക്കാൻ പറഞ്ഞത്. ആദ്യത്തെ കുളിപ്പിക്കൽ തന്നെ ഈ കർപ്പൂരം ഒഴിച്ച വെള്ളം കൊണ്ട് കുളിപ്പിച്ചിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ സുഗന്ധവും ഇതൊക്കെയാണ് പോകും. അപ്പം അത് പോകാതിരിക്കാനാണ് എന്ത് ചെയ്തത്, അവസാനത്തേതാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഒരു തെളിവ്. അവിടെ സുഗന്ധാണല്ലോ, കർപ്പൂരം എന്നുള്ളത് സുഗന്ധാണ്. ഈ സുഗന്ധം ആർക്കാ ഉപയോഗിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾക്കാണ്. അപ്പോൾ ഒരു സ്ത്രീക്കും എന്ത് ചെയ്യാം, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്തിന് സുഗന്ധം ഉപയോഗിക്കാം എന്നതിനുള്ള ഒരു തെളിവ് ഇതാണ്. 2-മത്തെ ഒരു ഹദീസ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, ഉപ്പയൊത്ത സഹോദരിയാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അജ്മിറു സിയാബി ഇദാ മിത്തു സുമ്മ ഹന്നിതൂനി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കഫൻ പുടവ അജ്മിറു എന്ന് പറഞ്ഞാൽ ഈ ഊത് കൊണ്ടൊക്കെ പുകക്കലാണ്. ഈ ഊത് കൊണ്ടൊക്കെ പുകക്കുന്നതിനാണ് എന്ത് പറയുക, അജ്മിറു എന്ന് പറയുക. സുമ്മ ഹന്നിതൂനി, ഹന്നിതൂനി എന്ന സുഗന്ധം പുരട്ടുക. അപ്പം ഇതും എന്താണ്, ഒരു തെളിവാണ്. ഇത് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്.